മീഡിയ പരസ്യങ്ങളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ പ്രൊമോട്ട് ചെയ്യുന്ന വേഗത്തിലുള്ള പണമിടപാട് പദ്ധതികൾ എന്നിങ്ങനെയുള്ള പ്രലോഭനകരമായ അവസരങ്ങൾ സൈബർ കുറ്റവാളികൾ ഒരുക്കിയ കെണികളായിരിക്കാം. ഇതിൽ വീണുപോകരുത്. അത്തരം സംഭവങ്ങൾ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ഇങ്ങനെ ഒരു കോളർ ടോൺ നമ്മൾ കേട്ടിട്ടുള്ളത് കോവിഡിൻ്റെ സമയത്താണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെയുള്ളൊരു കോളർ ടോൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയും അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ, സൈബർ ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതിനുള്ളൊരു തെളിവും കൂടിയാണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ പറയുന്നത് BSNL ഹാക്ക് ചെയ്തിരിക്കുന്നു. BSNL ഡാറ്റ ഏകദേശം $5000 സോൾജർ, US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോൾജർ, കാമറൂൺ ജോൺ വെഞ്ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾജർ BSNL ഡാറ്റ വിൽക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ടെക്സാസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് BSNL എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു കമ്പനി, അല്ലെങ്കിൽ BSNL ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെലികോം കമ്പനിയാണ്. അപ്പോൾ അവരെ ഇപ്പോൾ ഇന്ത്യയിലെ നല്ല ശതമാനം ആൾക്കാരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെലികോം സർവീസാണ് BSNL. അവരുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ISP ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ മൊബൈൽ കോളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടെലികോം ഡാറ്റ ബ്രീച്ചസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഏകദേശം 278 GB സെൻസിറ്റീവ് ഡാറ്റ, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ലൊക്കേഷൻസ്, കോൾ ഹിസ്റ്ററി, ഇതെല്ലാം അടങ്ങുന്ന വലിയ 278 GB സെൻസിറ്റീവ് ഡാറ്റയാണ് ജസ്റ്റ് $5000 വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ ഈ സൈബർ ക്രൈമുകൾ എത്രത്തോളം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യം നിന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോൾ നമ്മുടെ ഒരു നമ്പർ കിട്ടിയോണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്നതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും തോട്ട്. അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മളടുത്ത് ഓരോ വീഡിയോയിലും പറയുന്നുണ്ടാവും. അപ്പോൾ BSNL ക്രിട്ടിക്കൽ ഇൻഫർമേഷനായിട്ടുള്ള, അതായത് ഓരോ ഫോണും സിമ്മിൻ്റെ ഇൻഫർമേഷൻ, അതായത് IMSI നമ്പർ, സിമ്മിൻ്റെ നമ്പർ, ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ, കമ്പനീൻ്റെ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട് അവരുടെ ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കോളിംഗ് റൂട്ടിംഗ്, ആരൊക്കെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് കൂടുതലായിട്ടും അവർ കളക്ട് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ കോൾ ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെയാണ് അവർ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, BSNL ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവർ സൺസോളാരിസിൻ്റെ സെർവറായിരുന്നു. അവരുടെ ഡാറ്റ സെക്യൂരിറ്റി കീ അടക്കം ആണ് ബ്രീച്ച് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു മെയ് 2024 തുടങ്ങിയിരിക്കുന്ന ഒരു എന്താ പറയുക ക്രാക്കിംഗ് ആണ്. അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡാറ്റകളെല്ലാം ഡാർക്ക് വെബിലേക്കാണ് ഇടാൻ ശ്രമിക്കുകയും അവിടെയാണ് ഇതിൻ്റെ സെയിൽ ചെയ്യാൻ നോക്കിയിരുന്നത്. നമുക്കറിയാവുന്നതാണ് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിൻ്റെയും അതുപോലെ തന്നെ പല കാര്യങ്ങളുടെയും ഏറ്റവും വലിയൊരു ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടായിട്ട് പോലും BSNL പോലുള്ള ഒരു സെൻട്രലൈസ്ഡ് ടെലികോം കമ്പനിയുടെ ഡാറ്റ പോലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രൈവസി എത്രത്തോളം ലോസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു ഹാക്കിംഗ് അല്ല വലിയൊരു ഹാക്കിങ്ങിലൂടെ തന്നെ ഇന്ന് മനസ്സിലാവുന്നുണ്ടാവുന്നത്. ഇന്ത്യൻ ടെലികോം സിസ്റ്റം മാത്രമല്ല, ഇൻ്റർനാഷണൽ ടെലികോം കമ്പനികളായിട്ടുള്ള US ടെലികോം പോലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. റീസെൻ്റ്ലി അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ കമല ഹാരിസിൻ്റെ കോൾ ലോഗുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ വെഞ്ചീസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ട് അറസ്റ്റിലായെന്ന് വെച്ചാൽ, ഏകദേശം ഒരു 15 ഏഷ്യൻ ടെലികോം കമ്പനികളെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഹാക്കിംഗ് നടന്നത്. ബട്ട് ഇതിൽ ഡൊണാൾഡ് ട്രംപ് പോലെയുള്ള അമേരിക്കൻ പ്രസിഡൻ്റ് അല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റീഷ്യന്മാർ ഉള്ളത് കൊണ്ടും കൂടിയാണ് ഈ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ അടുത്ത ഓരോ വീഡിയോയിൽ നമ്മൾ
പറയുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മുടെ പ്രൈവസി ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വരാൻ പോകുന്നു, പ്രൈവസി ലോ എന്തിനാണ്, എന്ത് പ്രൈവസി ലോ വന്നാലുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ക്രാക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ അനന്തമായ സാധ്യതകളാണ് വരാൻ പോകുന്നത്. കാരണം BSNL പോലുള്ളൊരു കമ്പനിക്ക് പോലും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എങ്കിൽ അത് തീർച്ചയായും ഉണ്ടാവേണ്ട കാലമായിരിക്കുന്നു. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് സെർച്ച് എഞ്ചിനുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടാകുന്ന കാലം വിദൂരമല്ല. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നു നമ്മൾ. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ളൊരു ടെലികോം കമ്പനി അവരുടെ കസ്റ്റമറിൻ്റെ സെൻസിറ്റീവായിട്ടുള്ള ഡാറ്റ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോസും അല്ലെങ്കിൽ പ്രൈവസി പോളിസികളും ഇല്ലാത്തത് തന്നെയാണ് ഇതൊന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരണം. അതെന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ BSNL പോലുള്ള ടെലികോം ഒരു കമ്പനിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ അത്രത്തോളം വൾണബിളായിട്ട് ഹാക്കേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഇന്ത്യൻ റെയിൽവേയും അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ റെപ്യൂട്ടേഷനാണ് തീർച്ചയായിട്ടും ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു പ്രോബ്ലം വരാൻ പോകുന്ന ആരുടെയൊക്കെ ഡാറ്റ അല്ലെങ്കിൽ ഏതൊക്കെ നമ്പറുകൾ, അത് ഒരുപക്ഷെ ഫിലിം സ്റ്റാർസിൻ്റെ ആകാം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ ആകാം, ഇതെല്ലാം വരും കാലങ്ങളിൽ ഇവരെ ഒരുപക്ഷെ കോൾ ഹിസ്റ്ററികളും അല്ലെങ്കിൽ ഇവരെ ചാറ്റുകളും ഇതെല്ലാം ലീക്കാവാൻ ഒരു ചാൻസ് ഉള്ള മേഖലയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി ഒരു അവെയർ ആവാം. സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോളിസികളും അതുപോലെ തന്നെ പ്രൊസീജിയറുകളും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഡാറ്റാ സെൻറ്ററുകൾ, പ്രോട്ടോക്കോളുകൾ, ഇതെല്ലാം തീർച്ചയായിട്ടും തുടങ്ങേണ്ട ആ ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നമുക്ക് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈമുകളെ എങ്ങനെ നമുക്ക് തടയിടാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രൈമുകളെ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ ഫോണുകൾ എങ്ങനെ സെക്യൂർഡ് ആക്കാം, അതുമല്ലെങ്കിൽ എന്താണ് എൻ്റെ ജോലി സാധ്യതകൾ എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ തീർച്ചയായും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും.